ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിത് കാണാൻ പോകുന്നത് 2016 പുറത്തിറങ്ങിയിട്ടുള്ള അഡ്വഞ്ചർ ട്രഷർ ഹണ്ടിങ് വിഭാഗത്തിൽപ്പെടുത്താവുന്ന ടൈം റൈഡേഴ്സ് എന്ന സിനിമയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. സിനിമയുടെ തുടക്കത്തിൽ ഹിമാലയത്തിലുള്ള ഒരു ചെറിയ ട്രൈബിനെയാണ് കാണിക്കുന്നത്. ഈ ഒരു ട്രൈബിന്റെ സ്പെഷ്യാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഒരു അമേരിക്കക്കാരൻ അയാളുടെ ആർമിയായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെയുള്ള ആളുകളെ എല്ലാവരെയും തന്നെ ബന്ധിയാക്കിയതിനു ശേഷം ഇയാൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു രഹസ്യം അത് എവിടെയുള്ളതെന്ന് ചോദിക്കുകയാണ്. ഇയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന രഹസ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമരത്വം. അതിനു വേണ്ടിയിട്ടാണ് ഇയാൾ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ ലൈഫിന്റെ ഏകദേശം 30 വർഷം ഇതിനു വേണ്ടിയിട്ട് അയാൾ മാറ്റിവെച്ചിട്ടുണ്ട്. അവസാനം ഇയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം ഇവരുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അയാൾ ഇപ്പൊ എങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അത് ആരുടെ കയ്യിലും കിട്ടരുതെന്ന് വിചാരിച്ചിട്ട് പഴയ ആളുകൾ 24 ഗോൾഡൻ പ്ലേറ്റുകളിലായിട്ട് അത് എഴുതി വെച്ചതിന് ശേഷം ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ആ ഒരു 23 തകടുകളും ഇയാൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അത് എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു ട്രൈബിന്റെ ചീഫിനോട് ചോദിക്കുകയാണ്. മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതില്ലാതെ ആയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ അത് ബാധിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചീഫ് ഇപ്പൊ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ടുള്ള ഈ ഒരു അമേരിക്കക്കാരനാണെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ചിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഒരാളുടെ കാലിലേക്ക് വെടിവെക്കുകയാണ്. പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ടീം ആ ഒരു ട്രൈബിനെ മുഴുവനായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോ അതിൽ നിന്ന് 1-2 ആളുകൾ ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ മിലിറ്ററിക്കാരെല്ലാരും ചേർന്നിട്ട് അവരെ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഭയങ്കര സൈലന്റ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഒരു സോൾജർ അവന്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് അവന്റെ കഴുത്തിലേക്ക് തന്നെ വെക്കുകയാണ്. എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ കയ്യിലൊരു മുദ്ര കാണിച്ചതിന് ശേഷം അവനെ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ദേഷ്യം വന്നിട്ടുള്ള ഈ ഒരു സോൾജർ ആണെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടായിരുന്ന കത്തി അവന്റെ വിരലിലേക്ക് തന്നെ അവനെ കുത്താനായിട്ട് ഓങ്ങുന്നുണ്ട്. എന്നാൽ വെറും 2 വിരലുകൊണ്ട് ആ ഒരു കത്തി അയാൾ ബ്ലോക്ക് ചെയ്യാണ്. അതിനുശേഷം അവനെ വീണ്ടും അടിച്ച് പറപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവൻ സാധാരണക്കാരനായിട്ടുള്ള ഒരാളല്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇവനാണ് ഈ ഒരു പടത്തിലെ ഹീറോ. ചാടി എണ്ണിട്ടുള്ള നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള സോൾജേഴ്സിനെ കൂടി അടിച്ചു കൂട്ടുകയാണ്. ടെന്റിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആളുകൾക്ക് ഈ ഒരു ശബ്ദമൊക്കെ കേട്ടിട്ട് അവർ പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. വന്നിട്ടുള്ള ആൾക്കാരെയും നമ്മുടെ ഹീറോ വെറുതെ വിടുന്നുണ്ടായിരുന്നില്ല. ഒരു വലിയ മരത്തിന്റെ പീസ് എടുത്തിട്ട് അവനിപ്പോ ഫൈറ്റ് ചെയ്യാണ്. ഈ മരത്തിന്റെ മുകളിൽ ഒരു കയറ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എൻഡിലായിട്ടാണ് ഈ ഒരു ടെന്റ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ആ ഒരു പായ ഒന്നായിട്ട് തെറിച്ച് പുറത്തേക്ക് വീഴാണ്. കൂടാരത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു അമേരിക്കൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇപ്പൊ മുകളിലേക്ക് നോക്കുകയാണ്. ആ ഒരു പായകൾ മുഴുവനും അവിടുന്ന് നീങ്ങിപ്പോയതുകൊണ്ട് അതിന്റെ മുകളിലായിട്ട് വലിയൊരു പ്രതിമ കാണാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആ ഒരു പ്രതിമയുടെ മുകളിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഈ അമേരിക്കക്കാരൻ അവനിപ്പോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ കയ്യിലുണ്ടായിരുന്ന അമ്പ് വെച്ചിട്ട് അവനിപ്പോ അമേരിക്കക്കാരന്റെ കയ്യിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ്. അതിനുശേഷം അവിടുന്ന് ജമ്പ് ചെയ്തിട്ട് അവൻ നേരെ ഒരു കൂടാരത്തിന്റെ ഉള്ളിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ഈ ട്രൈബിന്റെ ചീഫ് അവനോട് പറയാണ്, ഇവർ അന്വേഷിച്ചു വന്നിട്ടുള്ള ആ ഒരു തകിട് ഈ ഒരു ശില്പത്തിന്റെ അടിയിലാണുള്ളതെന്ന്. ആ തകിടുകൾ നീ എത്രയും പെട്ടെന്ന് നശിപ്പിച്ച് കളയണം. അതെങ്ങാനും ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലോകം നശിക്കും. എന്നാൽ ഈ ഒരു തകിട് നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സാധാരണപ്പെട്ട കാര്യമല്ലായിരുന്നു. അതൊരു വലിയ യാത്രയാണ്. അത് നീ വിജയകരമായിട്ട് പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ആയോധന കലകൾ 64 നീ അറിഞ്ഞു വെച്ചിട്ടുണ്ടാവണം. നീ ഭയങ്കര പവർഫുൾ ആയിട്ട് മാറണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരുപാട് ട്രെയിനിങ് എടുക്കുന്നുണ്ട്. ഇവരുടെ നാട്ടിലുള്ള 5 പ്രധാനപ്പെട്ട കർമ്മികളെ വിളിച്ചു വരുത്തിയിട്ട് ഇവന് ഡ്രാഗൺ ശക്തി കിട്ടുന്നതിനായിട്ട് ഒരു പൂജ നടത്തുന്നുണ്ട്. ഇപ്പൊ ഡ്രാഗൺ ദേവതയുടെ അത്ഭുതകരമായിട്ടുള്ള ആ ഒരു ശക്തി ഇവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് അവർ ആവാഹിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നടന്നിട്ട് ഇപ്പൊ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഒരു പഴയ ഗോഡൌണില് ഒരാള് ചില ചീട്ടുകൾ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് ഇവൻ അടുക്കി വെച്ചിട്ടുള്ള ആ ഒരു ചീട്ടുകൾ മുഴുവൻ കാണിക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അതൊരു വലിയ ഡ്രാഗന്റെ രൂപമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു ചീട്ടുകൾ അടുക്കി വെച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഈ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഹീറോയാണ്. അവന്റെ പേര് വാങ് എന്നാണ്. ഇവൻ ജനിച്ചത് സാധാരണപ്പെട്ട ഒരു ഗ്രാമത്തിലായിരുന്നു. ചെറിയ പ്രായം മുതലേ ഇവൻ ഫ്ലൂട്ട് വായിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഓടക്കുഴൽ വായിക്കുന്നതിലൂടെ ബട്ടർഫ്ലൈസിനൊക്കെ ഇവന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ദിവസം ഇവൻ ഇവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആരും കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലത്ത് ഇവൻ പോയി ഒളിച്ചിരിക്കുന്നുണ്ട്. അത് ചങ്ങലകൾ കൊണ്ട് പൂട്ടി വെച്ചിട്ടുള്ള പഴയ ഒരു ബംഗ്ലാവായിരുന്നു. അവനിപ്പോ മെല്ലെ അതിന്റെ ഉള്ളിലേക്ക് നടന്നു വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് വലിയൊരു കൊട്ടാരം മാതിരിയായിരുന്നു ആ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നത്. അത്ഭുതത്തോടെ അവൻ ഇതിന്റെ ഉള്ളിൽ കൂടെ ചുറ്റി നടക്കുന്ന സമയത്ത് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള മണി അവന് കിട്ടാണ്. കാണാനായിട്ട് നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ അവനിപ്പോ അത് കയ്യിലെടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മുഖം മൂടി വെച്ചിട്ടുള്ള ഒരാള് ഇവന്റെ തൊട്ടു പുറകിൽ വന്ന് നിൽക്കുകയാണ്. ഇയാളെ കണ്ടു പേടിച്ചിട്ട് അവനിപ്പോ അവിടുന്ന് ഓടുന്നുണ്ട്. എന്നാൽ ഈ ഒരു രൂപമാണെന്നുണ്ടെങ്കിൽ ഇവനെ വിടാതെ തന്നെ ഇവന്റെ പുറകിൽ ഓടി വരുന്നുണ്ടായിരുന്നു. ഇവൻ എവിടേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ആ ഒരു രൂപം ഇവനെ പിന്തുടർന്ന് വരുന്നുണ്ട്. ഇവന്റെ കയ്യിൽ വെച്ചിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് അത് ഇവന്റെ പുറകെ കൂടിയിട്ടുള്ളത്. ഈ ഒരു കാര്യം മനസ്സിലായപ്പോ തന്നെ ഇവൻ പേടിച്ചിട്ട് ആ ഒരു ഒബ്ജക്ട് അയാൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് പ്രത്യേക തരത്തിലുള്ള ഒരു 3 നാണയങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു നാണയം ഇവൻ ഇതിന്റെ ഇടയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഒരു മാല പോലെയൊക്കെ അവൻ കഴുത്തിൽ കെട്ടിയിടാണ്. ഇവന്റെ ഫാമിലിയിൽ മാസത്തിൽ ഒരു ദിവസം ഒരു മ്യൂസിക്കൽ കൺസേർട്ട് ഒക്കെ നടത്താറുണ്ട്. ആ ദിവസം ഒരു ലേഡിയാണ് ഇവിടേക്ക് പാടാനായിട്ട് വന്നിട്ടുള്ളത്. അത് ഇവന്റെ ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ ഒരുമിച്ചിരുന്നാണ് കേട്ടോണ്ടിരുന്നത്. ഇവന്റെ ഫാമിലിയുടെ പേര് ദ 9th ഫാമിലി എന്നായിരുന്നു. കച്ചവടം ചെയ്തിട്ടാണ് ഇവരിപ്പോ ജീവിക്കുന്നത്. എന്നാൽ എന്തൊക്കെ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ പഴയ തലമുറയിൽപ്പെട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ആ ഒരു ജോലി ഇവർക്ക് ഇതുവരെ നിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലറ റെയ്ഡുകളായിരുന്നു. അത് മണ്ണിനടിയിൽ കുഴിച്ചു വെച്ചിട്ടുള്ള പഴയ
രാജാക്കന്മാരുടെ കല്ലറകൾ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള കല്ലറകൾ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് ആ ഒരു നിധിയുമായിട്ട് ഇവർ തിരിച്ചു വരും. ഇവരുടെ അതേ രക്തമാണല്ലോ നമ്മുടെ വാങ്ങിന്റെ ഉള്ളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 14 വർഷങ്ങൾക്ക് ശേഷം ഇവനിപ്പോ വലിയ ആളായിട്ടുണ്ട്. ഇവനും ഇതേ ജോലി തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന രാജാക്കന്മാര് അവരുടെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പഴയ മ്യൂസിയത്തില് വിധവ കല്ലറ എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലറ ഉണ്ടായിരുന്നു. അത് ഭയങ്കര സെക്യൂരിറ്റിയോടെയാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ പയ്യനാണെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ചെറിയൊരു ടണൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു കല്ലറയുടെ ഉള്ളിലേക്ക് പോവാണ്. പുറത്ത് നിന്നുകൊണ്ട് ഇവന്റെ ഒരു ഫ്രണ്ട് ഇവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാക്കി ടോക്കി വഴി ഇവരിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഫ്രണ്ട് പറയാണ്, ഈ ഒരു കല്ലറ റേഡിയാനായിട്ട് നീ വരുന്ന സമയത്ത് നിന്റെ മാമനെ കൂട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അകത്തേക്ക് വരാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള വഴി പുള്ളി പറഞ്ഞു തരില്ലായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വാങ്ങു പറയാണ്, എന്റെ മാമൻ എന്റെ കല്ലറയുടെ ഉള്ളിലേക്കൊന്നും പോകാനായിട്ട് സമ്മതിക്കാറില്ല. അറിയാതെ പോലും ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ള കാര്യം നീ അയാളോട് പോയി പറഞ്ഞേക്കരുതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവന്റെ ഫ്രണ്ടിന്റെ എക്സ്പ്രഷൻ ഒന്ന് മാറുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓട്ട വഴി ഇപ്പൊ മെല്ലെ മെല്ലെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ മേലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഇതെന്തോ വവാലുകളാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ മുന്നോട്ടേക്ക് നീങ്ങാണ്. അങ്ങനെ പോയിട്ട് അവസാനം ഈ ഒരു ടണലിന്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവന്റെ അങ്കിള് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എടാ നിന്നോടൊന്നും ഈ ഒരു കാര്യത്തിന് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീ അനുസരിക്കില്ല അല്ലേ. നീ ഇപ്പൊ വന്നിട്ടുള്ള ഈ ഒരു ടണലിന്റെ ഉള്ളില് ഒരുപാട് വാമ്പയർ വാവലുകളുണ്ട്. അതെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ അപകടം ഉണ്ടാവും. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോന്ന് പറയാണ്. ഓ, വാമ്പയർ ഗണത്തിൽപ്പെട്ടുള്ള വവ്വാലുകൾ ഇപ്പോഴും ഉണ്ടോ? എന്തായാലും ഞാൻ അതിനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ച അതേ സമയത്ത് തന്നെ ടണലിനുള്ളിൽ നിന്നും ഇപ്പൊ ഒരുപാട് വവ്വാലുകൾ പുറത്തേക്ക് വരാണ്. ഇത് കണ്ട സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും ഇപ്പൊ അവിടുന്ന് ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓടുന്നതിന്റെ ഇടയിൽ ഇവർ കാല് തെറ്റിയിട്ട് രണ്ടുപേരും ഒരു കുഴിക്കുള്ളിലേക്ക് വീഴാണ്. നോക്കുന്ന സമയത്ത് ഇതുവരെ ആരും കണ്ടുപിടിക്കാത്ത ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഗുഹയുടെ ഉള്ളിലാണ് ഇവരിപ്പോ നിൽക്കുന്നത്. അവിടെയുള്ള ചുമരിലാണെന്നുണ്ടെങ്കിൽ പഴയ കാലത്തുള്ള ലിപിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്കിൾ ഇപ്പൊ പോയിട്ട് അത് വായിച്ചു നോക്കുന്നുണ്ട്. ഈ വിധവക്കല്ലറിൽ അടക്കം ചെയ്തിട്ടുള്ള ഈ ഒരു ലേഡീനെ സിയാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പിടിച്ചിട്ട് വന്നിട്ടുള്ളതായിട്ടും ഇവളെ വെച്ചിട്ട് നാഗദേവതയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയ കല്ലറ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഈ കല്ലറയ്ക്കുള്ളിൽ അളവറ്റ സ്വർണവും വൈഡൂര്യങ്ങളും രത്നങ്ങളും അങ്ങനെ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടച്ചു വെച്ചിട്ടുള്ള ഒരു വലിയ നിധി ഉണ്ടെന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു രഹസ്യങ്ങളെല്ലാം തന്നെ മുഖം മൂടി വെച്ചിട്ടുള്ള ആ ഒരു മന്ത്രവാദിക്ക് മാത്രമേ അറിയുമെന്നും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇരുമ്പ് മുഖം മൂടി നമ്മുടെ വാങ്ക് കണ്ടെടുക്കുകയാണ്. അവൻ അതെടുത്ത് മുഖത്തേക്ക് വെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവന്റെ കണ്ണെല്ലാം ചുമന്ന കളറായിട്ട് മാറുകയാണ്. ഇപ്പോ പല വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഏതോ ഒരു മനുഷ്യൻ മാതിരിയൊക്കെ അവന് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം ഇവന് കാണാനായിട്ടും സാധിക്കുന്നുണ്ട്. ആ ഒരു വിഷൻ വെച്ചിട്ട് അവനിപ്പോ മുന്നോട്ടേക്ക് നടന്നു പോകുന്നുണ്ട്. അവിടെ കണ്ടിട്ടുള്ള 1-2 സ്വിച്ചുകളൊക്കെ അവനിപ്പോ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ തറയുടെ ഉള്ളിൽ നിന്നും ഒരു പെട്ടി പുറത്തേക്ക് തള്ളി വരികയാണ്. ഇവനിപ്പോ മെല്ലെ നടന്നു പോയിട്ട് ആ ഒരു പെട്ടി എടുത്ത അതേ സമയത്ത് തന്നെ ചുറ്റുണ്ടായിരുന്ന പല മിഷൻസും ഇപ്പൊ സ്റ്റാർട്ട് ആവാണ്. അത് മാത്രമല്ല അവിടെ മണിയൊക്കെ മുഴങ്ങുന്നുണ്ട്. ഈ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ അവന് ബോധം വരികയാണ്. പെട്ടെന്ന് ആ ഒരു മുഖം മൂടി അവൻ അഴിച്ചു മാറ്റുന്നുണ്ട്. ഇപ്പൊ കയ്യിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പെട്ടിയായിരുന്നു അവൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെ ഈ ഒരു മണി അടിക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ ആ ഒരു വാമ്പയർ വവ്വാലുകൾ ഇങ്ങോട്ടേക്ക് പറന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെട്ടി എടുത്തിട്ട് ഇവനും ഇവന്റെ അങ്കിളും കൂടിയിട്ട് ഇപ്പൊ പുറത്തേക്ക് ഓടി വരികയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നേപ്പാളിലുള്ള ആ ഒരു പ്രദേശമാണ് കാണിക്കുന്നത്. നമ്മൾ സിനിമയുടെ സ്റ്റാർട്ടിംഗിൽ കണ്ടിട്ടുള്ള ആ ഒരു അമേരിക്കക്കാരനല്ലേ, ഈ ഒരു തകിട് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ ഇപ്പോഴും അവിടെ തന്നെയാണ് ക്യാമ്പ് ചെയ്തിട്ടുള്ളത്. അവിടെ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രൈബിലെ എല്ലാ ആൾക്കാരും തന്നെ ഇയാൾ തീർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുമാതിരി ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അയാൾ ഇപ്പൊ ഇവിടെയാണ് ജീവിക്കുന്നത്. ഇതേമാതിരി പല വർഷങ്ങൾ പഴക്കമുള്ള വാമ്പയർ വവ്വാലുകള് അതിപ്പോ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കാണിക്കുകയാണ്. ഈ ഒരു ന്യൂസ് നമ്മുടെ അമേരിക്കക്കാരൻ കാണുന്നുണ്ടായിരുന്നു. ആ ഒരു ന്യൂസിൽ നമ്മുടെ വാങ്ക് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്നും ആ ബോക്സ് നിലത്തേക്ക് വീഴുന്നുണ്ട്. അവനിപ്പോ അത് എടുത്തിട്ട് ഓടുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ആ ഒരു വീഡിയോയിൽ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു. ഇയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തകിട് കണ്ടുപിടിക്കാനുള്ള അവസാനത്തെ ചാൻസ് ആണിത്. ഇത് കണ്ട സമയത്ത് തന്നെ അയാളുടെ മുഖത്തൊരു പ്രതീക്ഷ വരികയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഷാങ്ഹായ് സിറ്റിയാണ് കാണിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു അമേരിക്കക്കാരന്റെ ആർമിയായിട്ട് ഫൈറ്റ് ചെയ്തില്ലേ നമ്മുടെ ഹീറോ, ഇപ്പൊ അവനെ കാണിക്കുന്നുണ്ട്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവന് കുറച്ചുപോലും വയസ്സായിട്ടുണ്ടായിരുന്നില്ല. അവനും ആ ഒരു ന്യൂസ് കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ വാങ്ങിനെയും അവന്റെ അങ്കിളിനെയാണ് കാണിക്കുന്നത്. ഇവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പെട്ടി അത് തുറക്കാനായിട്ട് ഇവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് അത്ര പെട്ടെന്ന് അവർക്ക് തുറക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പല ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് നേരം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവർക്കിപ്പോ അതൊന്ന് തുറക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇത് തുറന്ന അതേ സമയത്ത് തന്നെ എന്തോ ഒരു എനർജി പുറത്തേക്ക് പാസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു ബിൽഡിംഗിലെ മുഴുവനും ലൈറ്റ് ഒറ്റയടിക്ക് അടിച്ചു പോവാണ്. പെട്ടിന്റെ ഉള്ളിൽ പഴയ കാലത്തെ ക്ലോക്ക് മാതിരി എന്തോ ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടി തുറന്നതും അത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് ഒരു 8 ദിവസത്തിന്റെ കൗണ്ട് ഡൗൺ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള കൗണ്ട് ഡൗൺ ആണെന്നുള്ളത് അവർക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വാങ്ങും അങ്കിളും കൂടിയിട്ട് ഇപ്പോ ആ ഒരു പെട്ടി നല്ല രീതിയിൽ പരിശോധിക്കുകയാണ്. അപ്പോഴാണ് പെട്ടിയുടെ പുറം ചട്ടയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള എംബ്ലം അവർ കാണുന്നത്. അങ്കിളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എംബ്ലം എവിടെയോ കണ്ടതായിട്ടുള്ള ഒരു പരിചയമുണ്ട്. നമ്മുടെ കുടുംബത്തിലെ മുത്തശ്ശന് എഴുതിയിട്ടുള്ള ആ ഒരു രേഖകളിൽ ഈ ഒരു എംബ്ലം വരച്ചു വെച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ ലൈബ്രറിയിലേക്ക് പോവാണ്. ആ ഒരു ബുക്കിൽ 2000 വർഷങ്ങൾക്ക് മുന്നേ യുദ്ധം നടന്നുകൊണ്ടിരുന്ന കാലത്ത് കിങ് സിയാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേ കിങ് സിയാങ്ങിനെ പറ്റിയിട്ടാണ് ആ ഒരു വിധവ കല്ലറയിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. കിങ് സിയാങ്ങും നാഗദേവതയും തമ്മിൽ പ്രണയത്തിലായിട്ടുണ്ട്. അമരത്വം എന്നത് നാഗദേവതയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പവറാണ്. ഇവർ രണ്ടുപേരും പ്രണയത്തിലായതുകൊണ്ട് തന്നെ ആ ഒരു പവർ ഇപ്പോ കിങ് സിയാങ്ങിനും കൊടുക്കുകയാണ്. അതൊരു പ്രത്യേക തരത്തിലുള്ള ചെടിയായിരുന്നു. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന ആള് 2000 വർഷത്തേക്ക് ഉറക്കത്തിലായിരിക്കും. അതിനുശേഷമാണ് അവർക്ക് അമരത്വം കിട്ടുന്നത്. നാഗദേവതയും കിങ് സിയാങ്ങും ഒരുമിച്ചിരുന്നതിന് ശേഷം
ഈ ലോകത്തിന്റെ പല ഭാഗത്തുള്ള മിടുക്കന്മാരായിട്ടുള്ള ഒരു 6 ക്രാഫ്റ്റ്സ്മാനെ വിളിക്കുകയാണ്. അവരെ കൊണ്ട് ഒരു പെട്ടി ഉണ്ടാക്കിക്കുന്നുണ്ട്. ഇപ്പൊ കിങ്ങിനെ അതിൽ കിടത്തിയിട്ട് അവൻ അമരത്വത്തിലേക്കുള്ള ആ ഒരു മരുന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു പെട്ടി അടച്ചിട്ട് ഇവരുടെ കോട്ടയുടെ ഏറ്റവും അണ്ടർഗ്രൗണ്ടിലേക്ക് അത് ഇറക്കി വിടുന്നുണ്ട്. എന്നാൽ ഈ ഒരു 6 സ്പെഷ്യൽ ക്രാഫ്റ്റ്മാൻസിൽ ഒരു മെയിൻ ആയിട്ടുള്ള ആളായിരുന്നു ഈ ഒരു ഇരുമ്പ് മുഖം മൂടി വെച്ചിട്ടുള്ള ആള്. ഈ നാഗദേവതയുടെ മാജിക് ബ്ലാക്ക് മാജിക് ആണെന്നുള്ളത് മനസ്സിലാക്കിയ അയാൾക്ക് അറിയുന്ന രഹസ്യങ്ങളെല്ലാം തന്നെ 24 സ്വർണ്ണ തകിടുകളിൽ അച്ചടിച്ച് അതുമായിട്ട് ഇവരുടെ കിങ്ഡത്തിൽ നിന്നും പോയിട്ടുണ്ട്. ഇയാൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പെട്ടിയാണ് ഇവര് ആ ഒരു വിധവ കല്ലറയിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുള്ളത്. വാങ്ങിയപ്പോ ഈ ഒരു പെട്ടിയിൽ ഒരു സ്വിച്ച് കണ്ടുപിടിക്കുകയാണ്. അത് ഞെക്കിയ അതേ സമയത്ത് തന്നെ അതിൽ നിന്നും ഒരു 4 കത്തി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് സാധാരണ ഒരു പെട്ടിയല്ല, ഇതൊരു ചാവിയാണ്. ഇനിയും 8 ദിവസത്തിനുള്ളിൽ ഇവര് നാഗദേവതയുടെ ആ ഒരു കോട്ടയുടെ ഉള്ളിലേക്ക് കയറണം. നല്ലൊരു റെയ്ഡ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അങ്കിളിന് നല്ല രീതിയിൽ സന്തോഷമാവുകയാണ്. എന്നാൽ ഈ ഒരു റെയ്ഡിന് പോകുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരൊരു ടീമിനെ ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കല്ലറ റൈഡേഴ്സിന്റെ ഒരു ഗ്രാമത്തിലേക്ക് പോവാണ്. ഇപ്പൊ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വാള് നമ്മുടെ അങ്കിൾ എടുത്തിട്ട് നടുവിൽ വെക്കാണ്. ഈ ഒരു വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് സ്പേസിൽ നിന്നും വന്ന് വീണ്ടുള്ള ഒരു പ്രത്യേക മെറ്റൽ കൊണ്ടാണ്. ഈ വാള് ആരാണോ എടുത്തുയർത്തുന്നത് അവനെ ഞങ്ങളുടെ ടീമിലേക്ക് ചേർക്കും. ഞങ്ങളിപ്പോ തെരഞ്ഞു പോകുന്ന നിധിയുടെ പങ്ക് അവനും കിട്ടും. നിധി എന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെയുള്ള ആളുകളെല്ലാം ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. ഇതേ സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ ഹീറോയും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് പേര് ആ ഒരു വാള് പൊക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ അവരെ കൊണ്ടൊന്നും അത് അനക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. അതിനുശേഷം ആ ഒരു വാളിന്റെ മുകളിൽ മെല്ലെ ഒന്ന് കൈവെക്കാണ്. വാളെടുത്ത് പൊക്കാനായിട്ട് ട്രൈ ചെയ്യാതെ അതിന്റെ മുകളിൽ കൈവച്ചിട്ട് അതങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഇവരുടെ ടീമിൽ ചേർന്നിട്ടുള്ള ഒരാള്, അയാളെ നമുക്ക് സാം എന്ന് വിളിക്കാം. സാം ഇപ്പൊ പറയാണ്, നീ എന്താണ് വാളെടുത്ത് ഉയർത്തുന്നുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ഥലം കാലിക്കോ. എന്നാൽ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവനെ കണ്ടിട്ട് അങ്കിളിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെറിയ ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇവൻ ആരാണ് എന്താണെന്നൊക്കെ അവിടെയുള്ള ആളുകളോട് ചോദിക്കുകയാണ്. ആരാ എന്താണെന്നും അറിയില്ല, ഇവനോട് പുതിയതാണെന്ന് തോന്നുന്നുണ്ട്. ഇത് കേട്ടിട്ടുള്ള നമ്മുടെ സാമകള് ബാക്കിൽ നിന്ന് അവനെ അടിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. മുന്നിലുണ്ടായിരുന്ന ആ ഒരു വാള് വെച്ചിട്ടുള്ള പെട്ടി അവനിപ്പോ ചവിട്ടി കറക്കുന്നുണ്ട്. അങ്ങനെ കറങ്ങി വന്നിട്ടുള്ള ആ ഒരു പെട്ടിയിൽ നിന്നും ഇപ്പൊ ആ ഒരു വാള് ഉയർത്തുകയാണ്. വാളിപ്പോ സ്റ്റൈലായിട്ട് കറക്കി എടുത്തിട്ട് നമ്മുടെ സാമങ്ങളുടെ കഴുത്തിൽ തന്നെ അത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇപ്പൊ സാമനും നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. അങ്ങനെ ഇവർ തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് ആവുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ സാമങ്ങളെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ ആർക്കും അടക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടിട്ട് വാങ്ങും മറ്റുള്ള ആൾക്കാരും കൂടിയിട്ട് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ ഇവർക്ക് ആർക്കും തന്നെ അവനൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടിട്ടുള്ള നമ്മുടെ വാങ്ങിന്റെ അങ്കിളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ ഇതിന്റെ കഴിവിൽ ഇംപ്രസ് ആയിട്ടുണ്ട്. നീയും ഇപ്പോ ഞങ്ങളുടെ ടീമിൽ ഒരാളാണ്. നാളെ നമ്മൾ നിധി തേടിയിട്ടുള്ള ആ ഒരു യാത്ര തുടങ്ങുകയാണ്. നീയും വന്ന് ജോയിൻ ചെയ്തോന്ന് പറഞ്ഞിട്ട് അങ്കിളും ടീമും ഇപ്പൊ അവിടുന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ നിധി തേടിയിട്ടുള്ള ഇവരുടെ ആ ഒരു യാത്ര അത് അവിടെ തുടങ്ങുകയാണ്. അങ്കിളുടെ ടീമില് വാങ്, അതുപോലെ തന്നെ സാമങ്കിള്, പിന്നെ പാൻസി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരാള്, പിന്നെ ഹീറോ, അങ്ങനെ കുറച്ച് ആളുകളാണുള്ളത്. വാങ് ഹീറോയായിട്ട് സംസാരിക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ച് സമയത്തിന് ശേഷം ഇവരുടെ ട്രക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു മലയുടെ മുകളിലാണ് ട്രക്ക് വന്ന് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഇവരുടെ മുത്തശ്ശൻ എഴുതിയിട്ടുള്ള ഒരു പഴയ ലെറ്റർ എടുത്ത് നോക്കുന്നുണ്ട്. അങ്കിൾ ഇപ്പൊ പറയാണ്, നമ്മൾ ആ ഒരു നാഗദേവതയുടെ കോട്ടയുടെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. വാങ്ങാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ വെച്ചിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഫോട്ടോ എടുക്കുകയാണ്. ഈ ഒരു സമയത്ത് അങ്കിളുടെ ആളുകൾ ടൂൾസ് എല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കുന്നുണ്ട്. അങ്കിൾ ഇപ്പൊ വന്നിട്ട് വാങ്ങിനോട് പറയുന്നുണ്ട്, നമ്മുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടൂള് അത് ഞാൻ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് മറന്നിട്ടുണ്ട്, നീ ഒന്ന് പോയിട്ട് എടുത്തിട്ടോ എന്ന് പറയാണ്. ഓ, ഞാനിപ്പോ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് വാങ്ങും ഇപ്പോ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാണ്. ഇപ്പൊ അങ്കിൾ അവരുടെ ടീമിന്റെ അടുത്ത് ഒന്ന് കണ്ണു കാണിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ അങ്കിളുടെ ആളുകള് വാങ്ങിനെ ഈ ഒരു വണ്ടിയുടെ ഉള്ളിലിട്ട് പൂട്ടുന്നുണ്ട്. വാങ്ങിപ്പോ അലറിക്കൂവി കരഞ്ഞോണ്ടിരിക്കുകയാണ്. മാമനിപ്പോ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, കല്ലറ റെയ്ഡിന് പോകുന്നതൊക്കെ ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്, അതുകൊണ്ട് നീ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നാൽ മതി. മാമ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു വരാം എന്നും പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ്. ഇവര് പോയിട്ട് അധികം നേരം ആവുന്നതിന് മുന്നേ ഒരു 5-6 കാറുകൾ അവിടെ വന്നങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു കാറിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു അമേരിക്കൻസിന്റെ ടീംസ് ഇറങ്ങുന്നുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു ടീമിന് ഒരു ലേഡിയാണ് ബോസ്. ഇത് കണ്ടിട്ട് വാങ്ങ് നല്ല പേടിച്ചു പറിച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് ആ ഒരു ലേഡി മെല്ലെ നടന്നു വന്നിട്ട് ഇവരുടെ ട്രക്കിന്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഫോൺ എടുത്തിട്ട് അവളുടെ ബോസ് ആയിട്ടുള്ള ആ ഒരു അമേരിക്കക്കാരനെ വിളിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോകുന്ന നമ്മുടെ ടീമിനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓ, ഇവര് നാഗദേവതയുടെ കോട്ട കണ്ടുപിടിച്ചു എന്നാണല്ലോ തോന്നുന്നത്. ആരും അറിയാതെ നിങ്ങൾ അവരുടെ പുറകെ കൂടണം. ഇവർ ആ ഒരു കോട്ടയിലേക്ക് കയറിയതിനു ശേഷം അവരെയും കൊന്നിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് വാ, വേഗം പോന്ന് പറയാണ്. ഇപ്പൊ ഈ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോൺ അയച്ചിട്ട് ഇവരറിയാതെ തന്നെ ഇവള് അങ്കിളുടെ ടീമിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നടന്നു പോകുന്നുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിനും ആ ഒരു ഡ്രോണിൽ കാണാണ്. ഇത് കണ്ടിട്ടുള്ള നമ്മുടെ അമേരിക്കൻ ആണെങ്കിൽ നല്ല രീതിയിൽ ഞെട്ടുന്നുണ്ട്. ഇവൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ടോ, അതിനായിട്ട് ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും വീണ്ടും ഞെട്ടുകയാണ്. അങ്കിളുടെ ടീമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നടന്നിട്ട് ഇവർ അന്വേഷിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അതിനായിട്ട് അങ്കിളുടെ ടീം പഴയ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പല ഭാഗത്തായിട്ട് കുട്ടികൾ അടിച്ചതിന് ശേഷം അതിന് നടുക്കായിട്ട് ഒരു വടക്ക് നോക്കി യന്ത്രം പോലത്തെ എന്തോ ഒരു മെഷീൻ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവർ ആ ഒരു വാതിലുള്ള ഭാഗം കണ്ടുപിടിക്കുകയാണ്. അതിനുശേഷം ഒരു ബോംബ് വെച്ചിട്ട് അവിടെ തകർക്കുന്നുണ്ട്. ഇപ്പൊ ബോംബ് പൊട്ടിയിട്ട് പാറകളെല്ലാം ചെതറി തെറിക്കുന്നുണ്ട്. ഇവർ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അതിന്റെ നടുവിലായിട്ട് ആ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു. ഉള്ളിലേക്ക് നടന്നു വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വലിയ മണികൾ അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇപ്പൊ എല്ലാവരും നല്ല രീതിയിൽ സന്തോഷിക്കുകയാണ്. ഇതിലൊരുത്തം കുറച്ച് ഓവറായിട്ട് അവിടെ കിടന്ന് തുള്ളി ചാടുകയാണ്. ഇവരങ്ങനെ തുള്ളി കളിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കുഴിയുടെ ഉള്ളിലേക്ക് വീഴാണ്. എന്തോ ഭാഗ്യത്തിന് ഇപ്പൊ ഒരു ചങ്ങനയിൽ അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പൊ കൂടെയുള്ള ആളുകൾ അവനെ വന്ന് രക്ഷിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഇവർ ശ്രദ്ധിക്കുന്നത്. ഇവർ നടന്നു പോകുന്ന ഈ ഒരു ഭാഗം വലിയൊരു പാലം മാതിരിയും അതിന് ചുറ്റുമായിട്ട്
ഭാഗമായിട്ട് താഴേക്ക് ഒരുപാട് ഗർത്തങ്ങളും ഉണ്ടെന്നുള്ളത്. ഇപ്പൊ അങ്കിള് വിളിച്ചു പറയുന്നുണ്ട് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. ഇവിടുന്ന് ജീവനോടെ പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള ആളുകള് സൂക്ഷ്യം കണ്ടൊക്കെ നടന്നാൽ മതി. ഓരോ അടി മുന്നോട്ടേക്ക് എടുത്തു വെക്കും തോറും നമ്മൾ മരണത്തിലേക്കാണ് ചെന്ന് കയറുന്നതെന്നുള്ളൊരു ബോധം അത് നിങ്ങൾക്ക് വേണമെന്ന് പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരുത്തിന്റെ എക്സ്പ്രഷൻ ഒന്ന് ചെറുതായിട്ട് മാറുന്നുണ്ട്. മെല്ലെ കഴുത്തിൽ തപ്പി നോക്കുന്ന സമയത്ത് ഒരു മയക്കുവഴിയുടെ ബുള്ളറ്റ് കിട്ടുകയാണ് അവന്. നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലേഡി ബോസിന്റെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരിപ്പോ നമ്മുടെ അങ്കിളുടെ ടീമിന് നേരെ മയക്കുവെടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ടീംസ് ആണെന്നുണ്ടെങ്കിൽ ചാടി പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന തൂണുകളുടെ ബാക്കിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ഉള്ളിലേക്ക് നടന്നു വന്നിട്ടുണ്ടായിരുന്ന ബോസ് പറയാണ് നിങ്ങളും കല്ലറ റേഡിയുന്ന ആളുകളാണ്, ഞങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നാൽ മര്യാദയ്ക്ക് വിധവ കല്ലറയിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ചാവി അത് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. അതല്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്നത് യുദ്ധമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അങ്കിളിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഷോട്ട് ഗണ്ണുമായിട്ട് പുള്ളി ചാടി വീഴാണ്. ഇവർക്ക് നേരെ തുരാന്ത് വെടിവെക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ടീമും തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് ആവാണ്. അങ്ങനെ കുറച്ചു നേരത്തെ ഫൈറ്റിന് ശേഷം നമ്മുടെ അങ്കിള് കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്രാനേഡ് ഇവർക്ക് നേരെ എറിയുന്നുണ്ട്. ഇപ്പോ ബോസിന്റെ ടീമെല്ലാം 4 ഭാഗത്തേക്കും ചെതറി ഓടുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ ചാടി വീണിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് എല്ലാവരോടും തന്നെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ അങ്കിളുടെ ആളുകള് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു തൂണിന്റെ മുകളിൽ കയറി കെട്ടിയിട്ട് ആ ഒരു ഗർത്തത്തിന്റെ ഉള്ളിലേക്ക് ഇവരെല്ലാവരും തൂങ്ങി ഇറങ്ങുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് ബോസ് നമ്മുടെ ഹീറോ ആയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ അവൻ അവളെ അടിച്ചു കൂട്ടിയിട്ട് അവനും ആ ഒരു ഗർത്തത്തിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ മെല്ലെ ഇറങ്ങി പോവാണ്. ഉടനെ തന്നെ ബോസിന്റെ ടീം നമ്മളും ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടി ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ലേഡി ബോസ് ആണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാരും തടുത്ത് നിർത്തുകയാണ്. അവളിപ്പോ മെല്ലെ ഇവര് കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കയറ് മെല്ലെ ഒന്ന് ആട്ടി നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു അമ്പ അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. ഈ ഒരു ടീം സാധാരണ ടീമല്ല. പോകുന്ന വഴിയെല്ലാം എന്തൊക്കെയോ ട്രാപ്പും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അവന്മാർ പോയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വേറെ വഴി പോവാന്ന് പറയുന്നുണ്ട്. ഇവരിവിടുന്ന് പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വാങ്ക് ആ ഒരു ട്രക്കിൽ നിന്നും എങ്ങനെയൊക്കെ എസ്കേപ്പ് ആയിട്ടുണ്ട്. നേരെ വന്നിട്ട് ഈ ഒരു ഫൈറ്റ് നടന്നിട്ടുള്ള ഭാഗം കാണുകയാണ്. കയറ് കെട്ടിയിട്ട് ആ ഒരു ഭാഗത്തു കൂടെ അവർ ഇറങ്ങി പോയിട്ടുണ്ടെന്നുള്ളത് ഇവന് മനസ്സിലായിട്ടുണ്ട്. അവനും ആ ഒരു കയറ് പിടിച്ചിട്ട് താഴേക്ക് ഇപ്പൊ ഇറങ്ങി വരുന്നുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പഴയ യോദ്ധാക്കളുടെ ആർമറുകള് അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ അതെല്ലാം നോക്കിയിട്ട് അങ്ങനെ മുന്നോട്ടേക്ക് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു കൈ പുറത്തേക്ക് വരികയാണ്. ഇവനെ പിടിച്ചു വലിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആരാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹീറോ ആയിരുന്നു. ഒച്ചയുണ്ടാക്കലിടന്ന് അവനിപ്പോ പറയുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ആ ഒരു ബോസിന്റെ ടീം ടോർച്ചും കണ്ണൊക്കെ ആയിട്ട് വേറെ വഴി ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എത്ര നോക്കിയിട്ടും ഇവരാരെയും തന്നെ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു അമേരിക്കക്കാരൻ പറയാണ് ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യേ. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് ആ ഒരു ഏരിയ മുഴുവനും സ്കാൻ ചെയ്യാണ്. ഇപ്പൊ ആ ഒരു ബിൽഡിംഗിന്റെ മാപ്പ് ഒരു ഹോളോഗ്രാം പോലെ നമ്മുടെ അമേരിക്കക്കാരന് കിട്ടുന്നുണ്ട്. ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 4-5 ചുഴലിക്കാറ്റ് ഇവർ നിൽക്കുന്ന ഈ ഒരു കോട്ടയെ ചുറ്റി വരികയാണ്. ഇപ്പൊ നമ്മുടെ അങ്കിളുടെ ടീംസ് ഒരുപാട് മുന്നോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം മുഴുവൻ തപ്പി തെരഞ്ഞിട്ട് ഒരു വിധത്തില് ഈ ഒരു കോട്ടയിലേക്ക് കയറുന്ന ആ കവാടത്തിന്റെ മുന്നിൽ എത്തുകയാണ്. ഈ ഒരു പോർട്ടലിന് മുന്നിൽ ഇവർ മ്യൂസിയത്തിൽ നിന്നും എടുത്തിട്ട് വന്നിട്ടുള്ള ആ ഒരു ചാവിടാനായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ടുള്ള സാമ് മുന്നോട്ടേക്ക് വരികയാണ്. കൈ ഉള്ളിലേക്ക് ഇട്ടിട്ട് ആ ഒരു ഡോർ തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് 2 ഇരുമ്പിന്റെ പീസ് വന്നിട്ട് അയാളുടെ കൈ അങ്ങനെ കടിച്ചു പിടിക്കുകയാണ്. ഉടനെ തന്നെ ഒരു വലിയ കത്തി മേലെ നിന്ന് ഇങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ അവന്റെ വാള് വെച്ചിട്ട് അതിപ്പോ തടയാണ്. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഹീറോ ആ ഒരു ഭാഗം മുഴുവനും നല്ല രീതിയിൽ സ്കാൻ ചെയ്യാണ്. നോക്കുന്ന സമയത്ത് സിംഹത്തിന്റെ തലമാതിരി 2 ശില്പങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ നടുവിലായിട്ട് 2 മഞ്ഞ ബോളുകളുണ്ട്. ഹീറോ ഇപ്പൊ 2 ബോളുകളും അവന്റെ കൈ കൊണ്ട് അടിച്ചു പൊളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ലോഡ് മണല് അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി വരികയാണ്. ഈ ഒരു മണല് താഴേക്ക് വീഴുന്ന അതേ സമയത്ത് തന്നെ ഇവരുടെ മുന്നിലുണ്ടായിരുന്ന ആ വലിയ ഡോറ് മേലേക്ക് പൊങ്ങി പോവുകയാണ്. ഉള്ളിലേക്ക് കയറി നോക്കുന്ന സമയത്ത് വലിയ വലിയ ആളുകളുമായിട്ട് ഒരുപാട് പ്രതിമകള് അങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ നടന്നിട്ട് ഇപ്പോ ഏകദേശം ഒരു നടുഭാഗത്തേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം മുഴുവനായിട്ടും ഒരുപാട് മരത്തിലുണ്ടാക്കി വെച്ചിട്ടുള്ള പ്രതിമകള് അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. വാങ്ങിയപ്പോ ഈ ഒരു കാര്യങ്ങളെല്ലാം ഫോട്ടോ എടുക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ അങ്കിള് പറയാണ് ഇതെല്ലാം ഒരുപാട് പഴക്കമുള്ള പഴയ കാലത്തെ പ്രതിമകളാണ്. ആരെയാണോ ഈ ഒരു കല്ലറയിൽ അടക്കുന്നത് അവർക്ക് കൂട്ടായിട്ടാണ് ഈ ഒരു പ്രതിമകൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു പ്രതിമകളെ ചുറ്റിയിട്ട് ഒരുപാട് കമ്പികൾ അങ്ങനെ വളച്ചു വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഓയിൽ നിറച്ചിട്ടുള്ള ചില ബോളുകളുണ്ട്. വാങ്ങിയപ്പോ പോയിട്ട് അതിൽ തീ വെക്കാണ്. അത് ഉരുണ്ടു പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ചില വിളക്കുകൾ തെളിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഭാഗം മുഴുവനും വെളിച്ചം വരികയാണ്. ഇപ്പൊ നോക്കുന്ന സമയത്ത് ഈ ഒരു പെട്ടിയുടെ അടുത്തും വലിയ 2 പ്രതിമകൾ ഉണ്ടായിരുന്നു. അങ്കിൾ ഇപ്പൊ പറയാണ് ഇതാണ് ഈ ഒരു കല്ലറയുടെ ഗാർഡിയൻ സ്പിരിറ്റ്സ്. ആ ഒരു ലേഡീനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ എന്നിങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ കോമഡി ആകുകയാണ്. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ മരപ്പെട്ടികൾ ഇവർ തുറന്നു നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഒരുപാട് ഗോൾഡ് ആ ഒരു പെട്ടിയിൽ അങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട സമയത്ത് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ സന്തോഷമാവുന്നുണ്ട്. എല്ലാ പെട്ടികളും തുറന്നതിന് ശേഷം ഇപ്പോ ഇവര് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കല്ലറ പെട്ടിയും തുറക്കുകയാണ്. അവിടെ അടക്കിയിട്ടുണ്ടായിരുന്ന അയാളുടെ ശരീരത്തിൽ മുഴുവനും ഒരുപാട് വിലയുള്ള ഡയമണ്ട്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാലയും വളയും മോതിരവും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. വാങ്ങിയപ്പോഴും അവന്റെ ക്യാമറയിൽ ഒരുപാട് ഫോട്ടോകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് പ്രതിമകളുടെ കണ്ണ് മെല്ലെ ഇവന് നേരെ തിരിയാണ്. നമ്മുടെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെട്ടി അടച്ചതിന് ശേഷം തൊട്ടടുത്തുണ്ടായിരുന്ന വേറൊരു പെട്ടിയും തുറക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ളിൽ ഒരു ബോഡി ഉണ്ടായിരുന്നില്ല. എന്താണ് ഇതിന്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് എന്ന് ആശ്ചര്യപ്പെട്ടിട്ട് അവരിപ്പോ ആ ഒരു ഭാഗം മുഴുവനും നോക്കുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ആ ഒരു മരപ്പാവകൾ എല്ലാരും തന്നെ അതിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഡ്രംസ് ഇപ്പൊ അടിക്കാനായിട്ട് തുടങ്ങുകയാണ്. പഴയ കാലത്തെ എന്തോ ഒരു മെക്കാനിസം ആണിത് എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിപ്പോ ആ ഒരു ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ഈ ഒരു ശബ്ദം കേട്ട ഉടനെ തന്നെ നമ്മുടെ ഹീറോ ഇപ്പൊ എല്ലാവരോടും ചെവി പൊത്താനായിട്ട് വിളിച്ചു പോവുകയാണ്. എന്നാൽ വളരെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ അങ്കിള് തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവരുടെ ടീമിലുണ്ടായിരുന്ന ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവരുടെ മുന്നിലേക്ക്
വെള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുള്ള ഒരു പ്രേതം അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അങ്കിള് ഏത് ഗാർഡിയൻ സ്പിരിറ്റിനെ കണ്ടിട്ടാണ് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയില്ലേ, ആ ഒരു സ്പിരിറ്റാണ് ഇപ്പൊ പ്രേതത്തിന്റെ രൂപത്തില് അങ്കിളുടെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ വാങ്ങിനും ചില വിഷ്വൽസ് എല്ലാം കിട്ടുന്നുണ്ട്. ചെറിയ പ്രായത്തില് ഇവനൊരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു മണി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതേ സമയത്ത് ഇവന്റെ പുറകില് മുഖം മൂടി വെച്ചിട്ടുള്ള ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അവനും അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ ഒരു വിഷ്വൽ കിട്ടുകയാണ്. ഈ ഒരു ശബ്ദം കേട്ടിട്ടുള്ള എല്ലാ ആളുകളും തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന പേടി അതെല്ലാം ഒരു വിഷ്വൽ ആയിട്ട് ഇപ്പൊ കാണുകയാണ്. നമ്മുടെ സാമനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ ആ ഒരു മരപ്രതിമകൾ എല്ലാവരും ചേർന്നിട്ട് ഇപ്പൊ കൊല്ലാനായിട്ട് വരുന്ന രീതിയിൽ അയാൾക്കും ഒരു വിഷ്വൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരു സിംഹം ചാടി വീണിട്ട് അവനെ കടിക്കാനായിട്ട് മുന്നോട്ടേക്ക് ചാടി വീഴാണ്. ഇത് കണ്ടിട്ടുള്ള നമ്മുടെ ഹീറോ വാളെടുത്ത് കൈമുറിച്ചിട്ട് ആ ഒരു ബ്ലഡ് ഇവരുടെ മേത്തേക്ക് തെറിപ്പിക്കുന്നുണ്ട്. അതേ നേരത്തെ തന്നെ ഇവരുടെ മുന്നിൽ ഇവർ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഇമാജിനേഷനും ഹാലൂസിനേഷനും എല്ലാം ഒറ്റയടിക്ക് തന്നെ നിന്നു പോകുന്നുണ്ട്. ഇതിന് സോങ് ഓഫ് ദ ഡെഡ് എന്നാണ് പറയാ. ഓപ്പോസിറ്റ് ഉള്ള ആളുകളെ അവരുടെ ഭയത്തിലേക്ക് തള്ളിവിടുന്നതിന് വേണ്ടിയിട്ട് പഴയ ആളുകൾ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ആണിത്. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ ഇപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ നിനക്ക് എങ്ങനെ അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അങ്കിളുടെ ടീം ഹീറോനെ സംശയിക്കുകയാണ്. പെട്ടെന്ന് തന്നെ തോക്കുമായിട്ട് ഹീറോയുടെ നേരെ അവർ വരുന്നുണ്ട്. എന്നാൽ സിറ്റുവേഷൻ വഷളാവാന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വാങ്ങി ഇപ്പൊ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഹീറോ ആണ് നമ്മളെല്ലാരും രക്ഷിച്ചത്, അതുകൊണ്ട് തന്നെ ഇവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്കിളിനെയും ടീംസിനെയും അവനിപ്പോ സമാധാനിപ്പിക്കുകയാണ്. ഹീറോ ഇപ്പൊ പറയാണ്, നമുക്ക് അധിക നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്ത് കിടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വലിയൊരു അപകടത്തിൽ പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് കേട്ട സമയത്ത് തന്നെ എല്ലാവരും ഇപ്പോൾ അവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി നോക്കുകയാണ്. ഇതിനിടയിൽ ഇവർ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ആ ഒരു കഥക് പെട്ടെന്ന് തന്നെ അടയുന്നുണ്ട്. ഇത് അടയുന്നതിന് മുന്നേ തന്നെ ഇവർ എങ്ങനെയൊക്കെയോ പുറത്ത് കിടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴാണ് വാള് പിടിച്ചു നിൽക്കുന്ന ആ ഒരു പ്രതിമ അത് തിരിയാനായിട്ട് തുടങ്ങുന്നത്. അതിന്റെ കയ്യിലുണ്ടായിരുന്ന വലിയ വാള് താഴേക്കും മേലേക്കും മാഞ്ഞ് വീശിക്കൊണ്ടാണ് അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ എല്ലാവരും എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത് മനസ്സിലാവാതെ അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു പ്രതിമകളുടെ മൂവ്മെന്റ് നമ്മുടെ വാങ്ക് നല്ല രീതിയിൽ തന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ആ ഒരു പാറ്റേൺ അതെന്താന്നുള്ളത് വാങ്ങിപ്പോ കണ്ടുപിടിക്കുകയാണ്. ഇപ്പൊ 1 2 3 4 എന്നുള്ള രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യില്ലേ, അതേപോലെ മുന്നോട്ടേക്കും പിന്നോട്ടേക്കൊക്കെ ജമ്പ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോരോ വാളിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പൊ എങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും അതുപോലെ തന്നെ ചെയ്യാണ്. ഇപ്പൊ വാങ്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഒരു പാറ്റേണിൽ ജമ്പ് ചെയ്തിട്ട് ഇപ്പൊ എങ്ങനെയൊക്കെയോ അവിടുന്ന് അവരെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ അവിടുന്ന് പുറത്തു വന്ന അതേ സമയത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന മരപ്പാവകള് ഇവരുടെ നേരെ അമ്പ് ചെയ്യാണ്. ഇത് കണ്ടിട്ടുള്ള എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ശവപ്പെട്ടിയുടെ ബാക്കിൽ പോയി ഒളിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗം ഒന്നായിട്ട് താഴേക്ക് തിരിയാണ്. ഇപ്പൊ ഇവരെല്ലാരും തന്നെ ആ ഒരു കല്ലറയുടെ അടിയിലുള്ള ഒരു രഹസ്യ അറയിലാണ് എത്തിയിട്ടുള്ളത്. ചെന്ന് നോക്കുന്ന സമയത്ത് ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് ആളുകളുടെ അസ്ഥികൂടങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണ് ഇത്രയും അസ്ഥികൂടങ്ങൾ വന്നതെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പേടിച്ച് ചുറ്റും നോക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമ്മുടെ അങ്കിളുടെ ടീമിലുണ്ടായിരുന്ന ഒരുത്തൻ എനിക്ക് നല്ലോണം പേടിയാവുന്നുണ്ട്, ഈ മിഷനൊന്നും ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ പുറത്തേക്ക് പോകുന്ന ഒരു വഴി കൂടെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് ദൂരം ഓടിയിട്ട് പെട്ടെന്ന് അവിടെ നിൽക്കുകയാണ്. മെല്ലെ മെല്ലെ അവനിപ്പോ സ്റ്റെപ്പ് വെച്ചിട്ട് ബാക്കോട്ട് വരുന്നുണ്ട്. എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ തൊട്ടു മുന്നിലായിട്ട് ആയിരക്കണക്കിന് എട്ടുകാലികളുടെ രൂപത്തിലുള്ള എന്തോ ഒരു ജീവി വരുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന കോടാലി വെച്ചിട്ട് അതുങ്ങളെല്ലാം അടിച്ചു കൊല്ലാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ക്രീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി തന്നെ കടിച്ച് നശിപ്പിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ അങ്കിളുടെ ടീംസ് അനങ്ങാതെ തന്നെ അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ വാങ്ക് അവന്റെ അങ്കിളിനോട് അവനെ പോയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അങ്കിള് അവന്റെ മോന്തക്കുറ്റിക്ക് ഒന്ന് കൊടുക്കുകയാണ്. ഈ കല്ലറ റെയ്ഡിന് പറഞ്ഞിട്ട് നീയല്ലേ വാശി പിടിച്ചത്, അങ്ങനെ റെയ്ഡിന് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് സംഭവിക്കുക, മനസ്സിലാക്കി വെച്ചോ. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ഒരു ക്രീച്ചറുകള് അയാളെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അവിടുന്ന് കടിച്ചു കീറി കൊല്ലുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ അങ്കിളുടെ ടീംസിന്റെ നേരെയാണ് ഈ ഒരു ജീവികൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതെ അവിടെ ഉണ്ടായിരുന്ന ഓരോരോ സ്ഥലത്ത് ഇവർ തൂങ്ങി പിടിച്ച് നിൽക്കുകയാണ്. ഇതിനിടയിൽ വാങ്ങൊന്ന് സ്ലിപ്പായിട്ട് നിലത്തേക്ക് വീഴുന്നുണ്ട്. സൗണ്ട് കേട്ടിട്ട് ആ ഒരു ജീവികളെല്ലാം ഇപ്പോ ഇവനുള്ള ഭാഗത്തേക്ക് വരികയാണ്. ഇപ്പൊ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്രായത്തിൽ ചെയ്തിട്ടുള്ള ആ ഒരു ട്രിക്ക് അവൻ ഇവിടെ യൂസ് ചെയ്യണം. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫ്ലൂട്ട് പുറത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള മ്യൂസിക് അതിൽ വായിക്കുകയാണ്. ഈ ഒരു ശബ്ദം കേട്ടിട്ട് അതിനനുസരിച്ചിട്ട് ആ ഒരു ജീവികൾ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വാങ്ങിന് ആ ഒരു ജീവികളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ അതുങ്ങളെ കൊണ്ടുപോയിട്ട് ജനലിന് പുറത്തേക്ക് അയക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ഒരു ബോസിന്റെ ടീം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വന്ന വഴിക്ക് തന്നെ ഇവർക്ക് നേരെ അവർ ചറപറാന്ന് വെടിവെക്കുകയാണ്. വീണ്ടും കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്രാനേഡ് അവർക്ക് നേരെ കത്തിച്ചെറിഞ്ഞിട്ട് അവർ അവിടുന്ന് നൈസായിട്ട് സ്കിപ്പ് ആവുന്നുണ്ട്. കാണുന്ന സമയത്ത് എല്ലാം തന്നെ ഈ ഗ്രാനേഡ് വലിച്ചെറിഞ്ഞിട്ട് ഇവർ രക്ഷപ്പെടാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ടീം ബാക്കിലത്തെ വാതിൽ വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർ നിൽക്കുന്ന തറ മുഴുവനായിട്ട് താഴേക്ക് ഇടിഞ്ഞു വീഴുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും തന്നെ ഒരുപാട് ആഴമുള്ള ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇവർ പോയിട്ടുള്ള വഴി ഇപ്പൊ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ വേറൊരു വഴി കൂടെ ഇവരെ ട്രാക്ക് ചെയ്ത് പിടിക്കാന്ന് പറഞ്ഞിട്ട് ബോസിന്റെ ടീമും ഇപ്പൊ അവിടുന്ന് പോവാണ്. ഇവരങ്ങനെ വേറൊരു ഡിവിഷൻ എടുത്ത് പോകുന്ന സമയത്ത് ഒരു വലിയ ചേംബർ ഉണ്ടായിരുന്നു അവിടെ. ആ ചേംബറിന്റെ ഉള്ളിൽ കണ്ണാടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പെട്ടികൾ ഉണ്ടായിരുന്നു. അതിനുള്ളിലെല്ലാം തന്നെ പഴയ കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്ന മനുഷ്യന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. കയ്യിലുണ്ടായിരുന്ന ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മുടെ ലേഡി ബോസിന്റെ ടീം അത് സ്കാൻ ചെയ്ത് നോക്കുകയാണ്. നോക്കുമ്പോൾ അത് മനുഷ്യരല്ല എന്നാണ് ആ ഒരു സ്കാനിൽ പറയുന്നത്. അത് എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയിൽ ഒരാളിപ്പോ മുന്നോട്ടേക്ക് പോവാണ്. പെട്ടെന്ന് കണ്ടു തുറന്നിട്ടുണ്ടായിരുന്ന ആ ഒരു രൂപം ഈ ഒരു കണ്ണാടി പൊളിച്ചിട്ട് അവനെ തൂക്കിയെടുക്കുകയാണ്. ഇത് കണ്ടിട്ട് ലേഡി ബോസിന്റെ ടീമിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ ഒരു വിഷ്വൽസ് എല്ലാം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു അമേരിക്കൻ അവരെ ഷൂട്ട് ചെയ്തത് അവരുടെ സാമ്പിൾസ് ആണെന്ന് പറയുന്നുണ്ട്. അവരെ എനിക്ക് ജീവനോടെ തന്നെ വേണം. എന്നാൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ആളുകളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
അവരുടെ കയ്യിൽ നിന്നും വള്ളിപ്പടർപ്പ് മാതിരി എന്തോ ഒന്ന് ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് അവരുടെ എല്ലാ ഓർഗൻസിലേക്കും അത് കയറുകയാണ്. ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ ഇൻഫെക്റ്റഡ് ആയിട്ട് അവരവിടെ മരിച്ചു വീഴാണ്. എത്ര ഫൈറ്റ് ചെയ്ത് നോക്കിയിട്ടും ആ ഒരു ക്രീച്ചേഴ്സിന്റെ അടുത്ത് ഇവർക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടിട്ടുള്ള നമ്മുടെ ലേഡി ബോസ് ആണെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാതെ വേറൊരു വഴിയില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗണ്ണുമായിട്ട് തുരുതുരാന്ന് വെടിവെക്കുന്നുണ്ട്. അമേരിക്കൻ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വേണ്ട വേണ്ടെന്നൊക്കെ ഉറക്കെ വിളിച്ചു പോകുന്നുണ്ട്. എന്നാൽ വേറൊരു രക്ഷയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഷൂട്ട് ചെയ്യണം. എന്നാൽ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് പോലും അവർക്ക് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ അവിടെ നിൽക്കാതെ എല്ലാവരും ആ ഒരു ഭാഗത്ത് നിന്ന് ഓടി പോവാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ വാങ്ങിന്റെ ടീമിനെയാണ് കാണിക്കുന്നത്. അവർ ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് വീണിട്ടുണ്ടായിരുന്നില്ലേ. അവിടുന്ന് ഇപ്പോ മെല്ലെ എണീറ്റ് നടക്കുകയാണ്. അവർ മെല്ലെ നടന്നിട്ട് ഈ ഒരു ക്രീച്ചേഴ്സിനൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ചേംബറിന്റെ ഉള്ളിൽ എത്തുകയാണ്. അവിടെ നമ്മുടെ ലേഡി ബോസിന്റെ ടീമിലുണ്ടായിരുന്ന ഒരുത്തൻ മയങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോ മയക്കെല്ലാം വിട്ടിട്ട് എണീക്കുകയാണ്. ഇപ്പോ ഇവർ തമ്മിലും ഫൈറ്റ് ആവുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ഒരു ക്രീച്ചർ അങ്ങോട്ടേക്ക് വരികയാണ്. നമ്മുടെ വാങ്ങിനെ കൊല്ലാനായിട്ട് അത് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോ അവിടേക്ക് ചാടി വീഴാണ്. അവന്റെ വാള് വെച്ച് വീശിയിട്ട് വാങ്ങിനെ ഒരു വിധത്തിൽ ഇപ്പൊ അവിടുന്ന് രക്ഷിച്ചെടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയും ആ ഒരു ക്രീച്ചറും തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ലേഡി ബോസ് അങ്ങോട്ടേക്ക് വരാണ്. വാങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന ചാവി എടുത്തിട്ട് അവളിപ്പോ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അവളിപ്പോ അവിടുന്ന് ഓടി ഓടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്കാണ് എത്തിയത്. ചെന്ന് നോക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് പെട്ടികൾ അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടുള്ള നമ്മുടെ ലേഡി ബോസ് പറയാണ്, ഇത് എന്ത് സ്ഥലമാണ്, എന്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് അയച്ചത്. എന്നാൽ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോ അമേരിക്കൻ പ്രത്യേകിച്ചൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അയാളിപ്പോ ഒരു ഈവിൾ സ്മൈൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നീ എന്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിലും അയാൾ പ്രത്യേകിച്ച് ഉത്തരവൊന്നും പറയാനായിട്ട് പോകുന്നില്ല. ഇവിടുന്ന് ജീവനോടെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹീറോ സംസാരിക്കുന്നത് കേട്ടിട്ടുള്ള ആ ഒരു അമേരിക്കൻ ആണെന്നുണ്ടെങ്കിൽ അവനോട് ഇപ്പൊ എനിക്ക് സംസാരിക്കണം എന്ന് പറയാണ്. ഹീറോയും ഉടനെ ഇപ്പൊ ഒരു ഹോളോഗ്രാമിൽ വരികയാണ്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളാണ്. നീ വയസ്സായിട്ട് മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പേടിച്ചിരിക്കുന്ന ഒരാളാണ്. എന്നാൽ എന്റെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വയസ്സേ ആവുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു പെട്ടി തുറക്കുന്നതിന്റെ കൗണ്ട് ഡൗൺ ഇന്ന് തീരാൻ പോവാണ്. ആ കിങ്ങിന്റെ കല്ലറ തുറക്കാനായിട്ടുള്ള അവസാന ദിവസം അത് ഇന്നാണ്. കല്ലറ തുറന്ന് ആ ഒരു കിങ്ങിനെ കൊന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ ഇപ്പൊ പറയുന്നുണ്ട്. ഇപ്പോ അമേരിക്കൻ പറയാണ്, ഈ ഒരു മൊത്തം കോട്ടയുടെ മാപ്പ് എന്റെ കയ്യിലുണ്ട്. നിന്റെ മുന്നിൽ കാണുന്ന വഴിയിൽ റൈറ്റ് എടുത്ത് വീണ്ടും മുന്നോട്ടേക്ക് പോകണം. അവിടെ ചെന്നാൽ കിങ് സിയാങ്ങിന്റെ കല്ലറ കാണാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങോട്ടേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും മരിച്ചു പോകും. അതിലെ പോവാതെ ലെഫ്റ്റ് എടുത്താണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ പുറത്തെത്താനായിട്ട് സാധിക്കും. ഇതിൽ ഏത് വഴി എടുത്തിട്ടാണ് നീ പോകുന്നത് എന്ന് ഇപ്പോ അമേരിക്കൻ ചോദിക്കും. ഇതിനുള്ള ആൻസർ എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പൊ കോള് കട്ട് ചെയ്യാണ്. ഈ ഒരു ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉള്ളിൽ കയറിയിട്ട് ആ ഒരു കല്ലറ തുറന്ന് രാജാവിനെ കൊന്നേ മതിയാവുള്ളൂ. അതിന് നിങ്ങൾ എല്ലാവരും തന്നെ എന്റെ കൂടെ നിൽക്കണം എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ലേഡി ബോസിന്റെ ടീമും അതുപോലെ ബാക്കിയുള്ള എല്ലാവരും തന്നെ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവരിപ്പോ മുന്നോട്ടേക്ക് നീങ്ങാണ്. നോക്കുന്ന സമയത്ത് അവിടെ വലിയൊരു കഥക് ഉണ്ടായിരുന്നു. ആ ഒരു കഥകിന് മുന്നിലായിട്ട് ഈ ഒരു ചാവി ഇടാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഹീറോ ഇപ്പൊ മുന്നോട്ടേക്ക് പോയിട്ട് ആ ഒരു ചാവി അതിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാണ്. നോക്കുന്ന സമയത്ത് ഒരുപാട് പഴക്കമുള്ള ഒരു വലിയ കോട്ടയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കോട്ടയ്ക്ക് മുകളിലായിട്ട് ആകാശത്ത് 4 നക്ഷത്രങ്ങൾ അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽ നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള എനർജി ഉണ്ടാവുകയാണ്. ആ ഒരു എനർജി കോട്ടയ്ക്ക് നടുവിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു പാത്വേയിലേക്ക് ഇറങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ കിങ് സിയാങ്ങിന്റെ കല്ലറ ഇപ്പൊ മേലേക്ക് ഉയർന്നു വരികയാണ്. ഹീറോ ഇപ്പോ കിങ്ങിനെ കൊല്ലാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചങ്ങലയിൽ തൂങ്ങി ആടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ 2000 വർഷമായിട്ട് ഉറങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്ന കിങ് ഇപ്പൊ ആ ഒരു പെട്ടിയും തകർത്ത് പുറത്തെത്തിയിട്ടുണ്ട്. കിങ് എണീറ്റ് വന്ന അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പെട്ടികളിൽ നിന്നും ഇപ്പോ വലിയ വലിയ പുഴുക്കൾ വരുന്നുണ്ട്. അതിനെല്ലാത്തിനും തന്നെ ജീവൻ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല കണ്ണാടിയിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രീച്ചേഴ്സും ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയ്ക്കും കിങ്ങിനും ഇടയിൽ വലിയ രീതിയിലുള്ള ഫൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു പെട്ടിയിൽ ഒരു പടച്ചട്ട വെച്ചിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള വെയിൻസ് ആ ഒരു പടച്ചട്ടയ്ക്കുള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അതൊരു രൂപമായി മാറാൻ തുടങ്ങുകയാണ്. ഇപ്പോ അതെന്താന്ന് മനസ്സിലാവാത്ത നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അത് ഫുൾ ഫോമിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ കിങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫൈറ്റ് ചെയ്തതിന്റെ അവസാനമായിട്ട് ഇവന്റെ വാള് ആഞ്ഞു വീശിയിട്ട് കിങ്ങിന്റെ നെഞ്ചിലേക്ക് തന്നെ കുത്തി ഇറക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ പടച്ചട്ടയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ആ ഒരു രൂപം അതിന്റെ ഫുൾ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് അത് നാഗദേവതയായിരുന്നു. കണ്ണു തുറന്ന് നോക്കിയിട്ടുള്ള നാഗദേവത കാണുന്നത് കിങ്ങിന്റെ നെഞ്ചിൽ വാള് കുത്തി ഇറക്കിയിട്ട് നിൽക്കുന്ന നമ്മുടെ ഹീറോനെയാണ്. ഇപ്പൊ ദേഷ്യം വന്നിട്ടുള്ള നാഗദേവത അവനെ ആക്രമിക്കാനായിട്ട് വരാണ്. ഹീറോ ഇപ്പൊ നാഗദേവതയെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ ആ ഒരു വാള് വെച്ചിട്ട് അതിന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഫൈറ്റിങ്ങിന് പോകുന്ന സമയത്ത് നമ്മുടെ ലേഡി ബോസിന്റെ ടീം വേറൊരു വഴി അവിടേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഇപ്പൊ പിന്നിലെന്തോ ശബ്ദം കേട്ടിട്ട് അവർ തിരിഞ്ഞു നോക്കുകയാണ്. നോക്കുമ്പോ ആയിരക്കണക്കിന് വരുന്ന ആ ഒരു പുഴുക്കള് ഇവരുടെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ചാടി വീണിട്ട് ഇവരെ കടിച്ചു കൊല്ലാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇവർ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ചിട്ട് മാക്സിമം ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് തന്നെ ആ ഒരു ക്രീച്ചേഴ്സും അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവരവിടേക്ക് വന്നിട്ട് നമ്മുടെ അങ്കിളുടെ ടീമിനെയും അതുപോലെ തന്നെ ഈ ഒരു ലേഡി ബോസിന്റെ ടീമിനെയും എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അങ്കിളിനെയും വാങ്ങിനെയും കൊല്ലാനായിട്ട് ഒരു ക്രീച്ചർ വരുന്നുണ്ട്. ഇത് കണ്ടിട്ടുള്ള നമ്മുടെ സാമങ്ങള് ഓടി വന്നിട്ട് ആ ഒരു ക്രീച്ചറിനെ കുത്തിയിട്ട് നേരെ അടുത്തുണ്ടായിരുന്ന ഒരു കൊക്കയിലേക്ക് എടുത്ത് ചാടുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോനെ നോക്കുകയാണ്.
നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നാഗദേവതയായിട്ട് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നാഗദേവത ഇപ്പോൾ അവളുടെ ടെന്റക്കിൾസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിന്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നും ചെറിയ ചെറിയ വെയിൻസ് പുറത്തേക്ക് വരാണ്. അത് അവന്റെ കൈ വഴി അവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ കയറി വന്നിട്ട് ഇവന്റെ ശരീരത്തിലേക്ക് അത് പടരാണ്. അവന്റെ രക്തക്കുഴലുകളെല്ലാം അത് അമർത്തി പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടുള്ള നമ്മുടെ വാങ്ങാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവന്റെ പോക്കറ്റിൽ നിന്ന് ആ ഒരു ഫ്ലൂട്ട് എടുത്തിട്ട് ഊതാൻ തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്രീച്ചേഴ്സ് എല്ലാം ഈ ഒരു ശബ്ദം കേട്ടിട്ട് അവിടേക്ക് എത്തുന്നുണ്ട്. അതിനെ ഇവന്റെ ഈ ഒരു ഫ്ലൂട്ട് മ്യൂസിക് യൂസ് ചെയ്തിട്ട് നാഗദേവതയുടെ മേത്തേക്ക് തിരിച്ചു വിടുകയാണ്. അവളുടെ മേത്തേക്ക് കയറിയിട്ട് അവളെ കടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ നാഗദേവത നമ്മുടെ ഹീറോയിനെ എടുത്ത് എറിഞ്ഞിട്ട് ആ ഒരു ക്രീച്ചേഴ്സിനെ കൊല്ലാൻ തുടങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ട് അവരൊരു ബ്ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്ലാസ്റ്റിൽ നമ്മുടെ ഹീറോയിൻ തെറിച്ചു പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കൊക്കയുടെ സൈഡിലേക്ക് പോയി വീഴാണ്. എന്തോ ഭാഗ്യത്തിന് അവന്റെ ഒരു ചങ്ങലന്റെ മുകളിൽ പിടുത്തം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇതേ സമയത്ത് വാങ് ആ ഒരു അമേരിക്കക്കാരനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കാണുന്നില്ലേ? ഇവളെ നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ലോകത്തില് മനുഷ്യന്മാരും തന്നെ ബാക്കി ഉണ്ടാവില്ല. അത് തടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ടുള്ള അമേരിക്കൻ അവരെ സഹായിക്കാന്ന് തന്നെ പറയാണ്. ആ ഒരു നാഗദേവതയ്ക്ക് പവർ കിട്ടുന്നത് ഇവരുടെ കോട്ടയ്ക്ക് താഴെയുള്ള ആ ഒരു ലാവയിൽ നിന്നുമാണ്. അതൊരു ട്യൂബ് വഴിയാണ് ആ ഒരു മിഷനിലേക്ക് കൊണ്ടുവന്നത്. ആ പൈപ്പ് തകർത്തിട്ടുണ്ടെങ്കിൽ ഇവളുടെ മാജിക് ഷീൽഡ് നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന പറയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു പൈപ്പുകൾ നശിപ്പിക്കാനായിട്ട് ലേഡി ബോസും അതുപോലെ തന്നെ നമ്മുടെ വാങ്ങും പോവാണ്. അപകടം പറ്റിയിട്ട് അവിടെ തൂങ്ങി കിടക്കുന്ന നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് അവനെ രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട്. ലേഡി ബോസ് നേരെ പോയിട്ട് അവളുടെ ആൾക്കാരുടെ അടുത്ത് ബോംബും കൊടുത്ത് അയക്കുകയാണ്. ആ ഒരു പൈപ്പിലേക്ക് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഉടനെ തന്നെ ആ ഒരു സൈഡിലേക്ക് ഒരു ചങ്ങല കെട്ടിയിട്ട് അതിൽ തൂങ്ങിയാടി അവർ പോവാണ്. അവിടെ പോയിട്ട് ആ ഒരു പൈപ്പുകളിൽ മുഴുവനും ഇവർ ബോംബ് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഈ ഒരു ചങ്ങല ഉപയോഗിച്ചിട്ട് ഇവർ തിരിച്ചു വരികയാണ്. പെട്ടെന്ന് തന്നെ ഈ ഒരു ബോംബ് ബ്ലാസ്റ്റ് ആവുകയാണ്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ വാങ്ങും ഹീറോനെ രക്ഷിച്ചിട്ട് ഇവൻ കയറി നിൽക്കുന്ന ആ ഒരു ചക്രത്തിന്റെ മുകളിലേക്ക് ആക്കുകയാണ്. ഇവളുടെ മാഗ്നറ്റിക് ഷീൽഡിലേക്കുള്ള ആ ഒരു എനർജി സോഴ്സ് കട്ടായതുകൊണ്ട് തന്നെ അവളുടെ പവർ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിട്ടുള്ള നമ്മുടെ ഹീറോ ആ ഒരു ചക്രത്തിന്റെ മുകളിൽ നിന്ന് അവന്റെ ആ ഒരു സ്പെഷ്യൽ വാളുമായിട്ട് നേരെ ഈ ഒരു നാഗദേവതയുടെ അടുത്തേക്ക് പോവാണ്. കുറച്ചു നേരത്തെ ഫൈറ്റിന് ശേഷം അവളുടെ നെഞ്ചിൽ തന്നെ ആ ഒരു വാള് അവന് കുത്തി ഇറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നാഗദേവത മരിച്ചതോടുകൂടി അവളുടെ പവറിലുണ്ടായിരുന്ന ആ ഒരു ക്രീച്ചേഴ്സ് അത് മുഴുവനും ഇപ്പൊ നിലത്തേക്ക് വീഴാണ്. കുറച്ചു നേരത്തിന് ശേഷം നാഗദേവതയും മരിച്ചിട്ട് എല്ലും കൂടായിട്ട് നിലത്തേക്ക് വീഴാണ്. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ ആൾക്കാർ ഈ ഒരു ലോകം രക്ഷിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അവിടെയുള്ള ഗോൾഡും വൈരങ്ങളും രത്നങ്ങളും അടങ്ങുന്ന ആ ഒരു നിധിയും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ വയസ്സിലുള്ള നമ്മുടെ വാങ്ങിനെയാണ് കാണിക്കുന്നത്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനില് ഇവരുടെ കുടുംബത്തില് ഒരു മ്യൂസിക് കൺസേർട്ട് നടന്നതായിട്ടൊക്കെ പറയുന്നില്ലേ, ആ ഒരു സീനാണ് ഇപ്പോൾ വീണ്ടും കാണിക്കുന്നത്. ഇപ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യുന്ന ലേഡിയുടെ കയ്യിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു നാഗദേവതയുടെ കൈവിരലുകൾ പോലെയാണുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം നടന്നത് എല്ലാം സത്യമായിട്ടുള്ള കാര്യമാണോ, ഇല്ലെങ്കിൽ ഈ ഒരു പാട്ട് കേട്ടിട്ട് വാങ്ങിനെ തോന്നിയിട്ടുള്ള ഒരു ഇമാജിനേഷൻ മാത്രമാണോ? അങ്ങനെ ഒരു സംശയം നമുക്ക് ഇട്ടുന്നിട്ട് ഈ ഒരു സിനിമ ഇവിടെ വെച്ചിട്ട് കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.